ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനമായി നിൽക്കുവാൻ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ചെയ്ത വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആമേൻ, ഹല്ലേലൂയ. വീണ്ടും ഒരു വട്ടം കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കൃപ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 10 ദിവസങ്ങളായിട്ട് ആമേൻ സഭ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ആവശ്യങ്ങളുടെ മേലൊക്കെയും പരിശുദ്ധനായ ദൈവം ആമേൻ നമുക്ക് നിശ്ചയമായിട്ട് മറുപടി കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പൂർണ്ണ വിശ്വാസത്തോടെ ആമേൻ, ഹല്ലേലൂയ, നമ്മൾ ദൈവിക ബന്ധത്തിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ മറുപടി കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ രാത്രികാല ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസൻ ആമേൻ സൂചിപ്പിച്ചതുപോലെ ആമേൻ അടിയൻ്റെ ജീവിതത്തിലും ആമേൻ വളരെ പ്രതിസന്ധികളിലൂടെ ആമേൻ കടന്നു പോകേണ്ടി വന്നെങ്കിലും ആമേൻ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നുവെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ജയിച്ച് പിശാചിനെ ആമേൻ ആയുധവർഗം വെപ്പിച്ച് പരസ്യ കാഴ്ചയാക്കി മാറ്റുവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ കർത്താവിനെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവ പൈതലിനെയും കർത്താവ് വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ആ കർത്താവിൻ്റെ ആമേൻ വചനങ്ങളെ എടുത്തുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ഒരു ദൈവമക്കളെയും അവൻ വഴിയിൽ വിട്ടേച്ചു പോകത്തേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ പറയും, ഇവരൊക്കെ എന്തിനാണ് പള്ളിയിലൊക്കെ പോകുന്നത്, ഇവരൊക്കെ എന്തിനാണ് ഇത്രയും ഭയങ്കര ആരാധനയൊക്കെ നടത്തുന്നത്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ആമേൻ അവർക്കറിയത്തില്ല നമ്മുടെ ദൈവം ആരാന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ച് ആമേൻ, ഹല്ലേലൂയ, വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആമേൻ വിളിച്ച ദൈവം നമ്മളെ വഴിയിൽ വിടത്തേയില്ല. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ആമേൻ, വിളിച്ചവനെന്ന് വിശ്വസൻ അന്ത്യത്തോളം കാക്കുമവൻ, നിന്നെ വഴിയിൽ അവൻ കൈവെടിയുമോ, നിനക്കാശ്രയം ഇല്ലാതാകുമോ, നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല, നിനക്കാശ്രയം ഇല്ലാതാകില്ല. ഹല്ലേലൂയ, ആമേൻ. ദൈവം വിളിച്ച് ഇറക്കിയെങ്കിൽ ആമേൻ അവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെ നമ്മൾ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി എല്ലാവരും നമുക്ക് വാക്ക് തരും, ഞാൻ കൂടെ ഇരിക്കാം, ഞാൻ എന്താണ് അത് ചെയ്യാം, ഇത് ചെയ്യാം, നിങ്ങൾ പേടിക്കേണ്ട എന്നൊക്കെ പറയും. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, അവരുടെ വാക്കുകളെല്ലാം പരാജയപ്പെടുന്ന ഇടത്ത് ആമേൻ എൻ്റെ യേശു പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട. ഹല്ലേലൂയ. ആ വാക്കാണ് ഉറപ്പിക്കപ്പെട്ട വാക്ക്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ആമേൻ ഒരിക്കൽ ആമേൻ പുറം ലോകത്തിന് അറിയാത്ത രീതിയിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാനസിക നില തെറ്റി. ആമേൻ, ഞാൻ ഒരു റൂമിൽ കുറച്ച് നാൾ അടയ്ക്കപ്പെട്ടു. ആമേൻ, ആ സമയത്ത് ആരെ കൊണ്ടും എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ റൂമിനകത്ത് എൻ്റെ യേശു കർത്താവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആദ്യം യേശു കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യമാ, കുഞ്ഞെ, നീ പേടിക്കുന്ന എന്തിനാ? ഹല്ലേലൂയ. പലതിനെയും പേടിക്കേണ്ടി വന്ന ചില അനുഭവങ്ങൾ, ജീവിതം തോറ്റുപോയെന്ന് ആമേൻ ലോകം വിധി എഴുതിയ ചില സമയങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിനോട് പറഞ്ഞ ആദ്യത്തെ വാക്ക, നീ പേടിക്കുന്ന എന്താ? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ ഭയപ്പെടാണ്ട എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കരം പിടിച്ച ദിവസം മുതൽ ഇന്നുവരെ ആമേൻ എനിക്ക് ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നാളെ എന്തു നടക്കും, മറ്റന്നാൾ എന്തു നടക്കും, നാളത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ, നാളത്തെക്കുറിച്ചുള്ള വ്യാകുലങ്ങൾ, ഇതിനൊന്നിനും എന്നെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് എൻ്റെ കർത്താവാ.
ഹല്ലേലൂയ. ആർക്കും എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഇടത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നത് എൻ്റെ ദൈവമാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ മനസ്സിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പക്ഷേ മരുന്നിന് ഒന്നും എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ യേശു പറഞ്ഞൊരു വാക്കാ, നീ പേടിക്കേണ്ട. ഞാനത് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങിയവരാണോ? നിങ്ങളുടെ ചുറ്റും നിന്നും പലരും നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളത്തിനകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടുന്നതെന്ത്, നീ പേടിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ പേടിക്കേണ്ട. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവ് വിശ്വസ്തനാ. അവൻ ഹല്ലേലൂയ വിളിച്ച് നമ്മളെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഇനി നീ നോക്കിക്കോ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് പോകത്തില്ല. കർത്താവ് വിളിച്ചെങ്കിൽ കൈ പിടിച്ച് അവസാനം വരെ കൊണ്ടുപോകും. ഹല്ലേലൂയ. പക്ഷെ നമ്മളൊക്കെയാണ് പലപ്പോഴും യേശുവിൻ്റെ കൈ വിട്ടിട്ട് പോകുന്നത്. ഇതാ വിഷയം. കർത്താവ് നമ്മളെ കൈവിട്ട് പോകത്തില്ല. നമ്മൾ കർത്താവിൻ്റെ കൈവിട്ടിട്ട് പലപ്പോഴും പോകും. അവിടെയാണ് നമുക്ക് പരാജയം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഞാനൊക്കെ വിചാരിക്കുന്നു, നിങ്ങളൊക്കെ കർത്താവിനെ പിൻപറ്റുവാൻ തുടങ്ങിയ ഒരു പക്ഷേ വർഷങ്ങളായിട്ടുണ്ടാകാം, കുറച്ച് നാളായിട്ടുണ്ടാകാം. ഞാൻ ചിന്തിക്കും പ്രിയതി മക്കളെ, ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പം ഞാൻ ചിന്തിക്കുന്നു, ഞാൻ 8ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഈ കർത്താവിൻ്റെ ദാസനൊക്കെ അവിടെ വരുമ്പോൾ, ഞങ്ങളുടെ ആ ചർച്ചിൽ വരുമ്പോൾ, എൻ്റെ മാതാവ് ഇവിടെ, ഞാനിത് ഒരു സാക്ഷ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മാതാവ് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മാതാവായിരുന്നു. സാധാരണ ജോലി ചെയ്ത് ജീവിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾക്ക് നല്ലൊരു വീടില്ലായിരുന്നു. ഒരു ഓലമേഞ്ഞ ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥന കുറച്ചും കൂടെ ആഴത്തിൽ പോകാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്ന ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം ആ വീട്ടിലേക്ക് ഈ കർത്താവിൻ്റെ ദാസനും കുടുംബം ഇൻചാർജ് ആ സഭയിലേക്ക് ഇൻചാർജായി വന്നു. അപ്പം എല്ലാ വീടും ഇവർ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീടും വിസിറ്റ് ചെയ്തു. പക്ഷേ ഇത് ദാസനും ഭാര്യയും ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അന്ന് ഭയങ്കര മഴയായിരുന്നു. നിങ്ങൾ ചിന്തിക്കില്ലേ, 8ാം ക്ലാസ്സിൽ പഠിച്ച സമയത്തുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മളെ എങ്ങനെ മാറ്റി. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ ദാസൻ ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ മഴയായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും വെളിയിലോട്ട് പോകുന്നില്ലായിരുന്നു. എല്ലാം അകത്ത് തന്നെയായിരുന്നു. ഇപ്പം നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം ചെറുതായിരുന്നു, വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇത് പാസ്റ്റർ എന്നാ ചെയ്യുന്നറിയാമോ? നിങ്ങളുടെ ഈ പാസ്റ്റർ, ഇത് നിങ്ങളുടെ പാസ്റ്ററാ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയും ഇത് ഞങ്ങളുടെ പാസ്റ്ററാന്ന്. അപ്പോൾ അന്ന് ഞങ്ങളുടെ പാസ്റ്ററായിരുന്നു. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിൻ്റെ ആ നടുത്തളത്തിലോട്ട് കാല് വെച്ച്, അവിടെ ഫുള്ള് വെള്ളമാണ്, വെച്ചിട്ട് കരമുയർത്തി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്നും ആ പ്രാർത്ഥന വാചകം എൻ്റെ ഉള്ളത്തിനകത്തുണ്ട്. ഈ ദൈവത്തിൻ്റെ ദാസനെ ഇങ്ങനെ കരമുയർത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ സഭയിലെ ഒരു വിശ്വാസികൾക്കും ഓലമേഞ്ഞ വീട് വേണ്ട കർത്താവ്. എല്ലാവർക്കും വാർത്തു വെച്ച് വീട് കൊടുക്കണേ കർത്താവ്. ഈ വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഈ കർത്താവിൻ്റെ ദാസൻ ആ വീട്ടിനകത്ത് കയറി ആ വെള്ളത്തിൽ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് മനോഹരമായൊരു വീട് തന്നു. ആ വീട് തരാനുള്ള കാരണം ഞങ്ങളുടെ ആലയവും അതേ സ്റ്റേജ് തന്നെയായിരുന്നു. ഹല്ലേലൂയ. മുഴുവനും ചോർന്നൊലിക്കുമ്പോൾ വെള്ളമില്ല അതിനകത്ത് വരും. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പം അവിടെ വെള്ളം വീഴുകയാണെങ്കിൽ ഇപ്പുറത്ത് പോയിരുന്ന് ആരാധിക്കണം, അവിടെ വെള്ളം വീണെങ്കിൽ അപ്പുറത്ത് പോയിരുന്ന് ആരാധിക്കണം. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ചർച്ച്. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, നമ്മുടെ ചർച്ചിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒന്ന് ഷീറ്റെങ്കിലും ഇട്ട് എടുക്കാം, അങ്ങനെ പറഞ്ഞു ദേവദാസൻ. അപ്പം എൻ്റെ മാതാവ് പറഞ്ഞു, എല്ലാവരും സാധാരണ ആൾക്കാരാ, വലിയ പൈസക്കാരൊന്നും അല്ല. പക്ഷേ എൻ്റെ മാതാവ് പറഞ്ഞു, ഈ പാസ്റ്റർ പറഞ്ഞു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്നവരും ഭർത്താക്കന്മാരില്ലാതെ വരുന്നവരൊക്കെയും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് കൊടുത്താൽ മതി. കുടുംബമായിട്ട് വരുന്നവർ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് അധികം കുറച്ച് കൊടുക്കാൻ സാധിക്കും. മീൻസ് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവർ. അപ്പം എൻ്റെ മാതാവ് വീട്ടിൽ വന്ന് പറഞ്ഞു, മക്കളെ, നമുക്ക് ഒരു വീടില്ല,
നമുക്ക് നനയാത്തൊരു വീടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5000 രൂപ ഈ ചർച്ചിൻ്റെ ആലയത്തിൻ്റെ ഈ മേൽക്കൂര മാറ്റാനായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ ഞാൻ ചോദിച്ചു, ഈ 5000 രൂപ എവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്? 5000 രൂപ കൊടുക്കണ്ടേ? അന്ന് 5000 രൂപ വലിയ സംഭവം. അപ്പോൾ സാധാരണ ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് അതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്ത് ആരടുത്തേക്കും വാങ്ങിയാലും കൊടുക്കാം, ഒരു ചിട്ടി കെട്ടി നമുക്കത് കടം വീട്ടാം. അപ്പം അങ്ങനെ എൻ്റെ മാതാവ് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് രക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ആ പൈസ ഞങ്ങൾ കൊടുത്തു. പക്ഷെ ആലയത്തിന് ഒരു മേൽക്കൂര വന്നു. ഞാനതാ ഇന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പാസ്റ്റർ എവിടെ പോയാലും ഇടിഞ്ഞു കിടക്കുന്ന പൊളിയാനാ പാസ്റ്ററിന് ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ദേവദാസന്റെ മക്കൾ പണിത് ആമേൻ ആ പൂർത്തീകരിച്ച ആലയത്തിൽ പോയി സഭ നടത്തും. ഹല്ലേലൂയ. ആമേൻ. ഇത് വാഗ്ദത്തമാ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആ ആലയം നനയാതിരുന്ന് ആരാധിക്കാൻ ഇടവെച്ചു. ആമേൻ. ഞങ്ങൾക്ക് ദൈവം നല്ലൊരു വീട് തന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വിളിച്ചിട്ട് വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകത്തില്ല. എൻ്റെ കർത്താവ് വിളിച്ചിട്ട് ആമേൻ വഴിയിൽ നീ എന്നെ എന്തോ ചെയ്തോ, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്, നീ ഇനി എന്തോ ചെയ്തോ, അങ്ങനെ വിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അന്ത്യം വരെ നടത്തുവാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അന്ത്യം വരെ അവൻ നമ്മളെ നടത്തും. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ ദാസന് ആമേൻ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുക്കും. നിങ്ങൾ ഇപ്പോൾ ആരാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുക എന്താണ്, ആ ആലയത്തിൽ രാവിലെ ഉണരുമ്പോൾ ഒരു പാത്രത്തിൽ ചോറ്, ഒരു പാത്രത്തിൽ വെള്ളം, ഇങ്ങനെ എന്താണ് വിശേഷ ദൈവദാസന്മാർ. ഇപ്പം നിങ്ങൾ എന്നെ ക്ഷണിച്ചിരിക്കുന്ന പോലെ അന്നും ചർച്ചിൽ വിശേഷ ദൈവവേലക്കാരെ വിളിക്കാറുണ്ട്, ഗസ്റ്റ് പാസ്റ്റേഴ്സിന്. ഇവരൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കും. ആമേൻ. ആഹാരം കൊടുക്കുമ്പോൾ അവർക്ക് നല്ല അരിയിൽ ചോറ് വെച്ച് കൊടുക്കും, അവർക്ക് നല്ല മീൻ വാങ്ങി പൊരിച്ചു കൊടുക്കും, അവർക്ക് നല്ല മുട്ട വാങ്ങി കൊടുക്കും. എന്താണെന്നറിയാമോ? ദൈവം നടത്തിയ വിശ്വസ്തതയും ഞാൻ പറയാൻ വേണ്ടി ഇത് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. അതൊന്ന് സൂചിപ്പിക്കുക ഞാൻ. എന്നാൽ മാത്രമേ നമ്മുടെ പ്രസംഗത്തിലോട്ട് കടക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്. ഞാൻ എൻ്റെ സഹോദരൻ, എനിക്കൊരു ബ്രദറുണ്ട്. എൻ്റെ സഹോദരൻ പറയും, ഇവരെല്ലാവരും കഴിച്ച് പോയതിന് ശേഷം എൻ്റെ സഹോദരൻ വന്ന് വഴക്കുണ്ടാക്കും. എൻ്റെ സഹോദരൻ പറയും, പാസ്റ്റർമാർക്കെല്ലാം നല്ലതും കൊടുത്തിട്ട് നമുക്കുണ്ട് റേഷ അരിയും വാലും തുമ്പും ഇതൊക്കെ തരും. ഇന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആമേൻ. പ്രിയ ദൈവമക്കളെ, കൊടുത്തത് സന്തോഷത്തോടെ ആയിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. സന്തോഷത്തോടെയാ കൊടുത്തത്. ഹല്ലേലൂയ. അങ്ങനെ കൊടുത്ത ആമേൻ കുടുംബത്തിലെ ഒരു മകളാണ് ഞാൻ. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഞാൻ ആയിരിക്കുന്നു. ഇന്ന് ആമേൻ ഒരു ജോലി ആമേൻ ഞാനായിട്ട് പോയി ചെയ്യണ്ട. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസ മക്കളെ തന്നിട്ടുണ്ട്. കഠിനമേറിയ പ്രശ്നത്തിൻ്റെ നടുവിൽ വിടുതൽ പ്രാപിച്ചവരവരെല്ലാം. പക്ഷേ ആ മക്കളെ കൊണ്ട് ദൈവം ഞങ്ങളെ മാനിച്ചു. ദൈവം വിശ്വസ്തനാണെന്ന് ആമേൻ തെളിയിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ, ഊണുമേശയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കുള്ളതെല്ലാം അവിടെ വരും. ഹല്ലേലൂയ. 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 ഒത്തിരി സ്ഥലത്ത് ആമേൻ ഹല്ലേലൂയ ദൈവം കൊണ്ടുപോയി മാനിച്ചു. പ്രീതി മക്കളെ, ആമേൻ. ജീവിതത്തിൻ്റെ ആരംഭമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എൻ്റെ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ഇത് എൻ്റെ യേശു പറഞ്ഞതാ. ഉറപ്പാ. മാറ്റമില്ല. മാറ്റമേ ഇല്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഇതേ ഉള്ളൂ, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നു. എൻ്റെ യേശു പറയുക, ഈ പച്ചവെള്ളത്തിന് പോലും ഞാൻ കൊടുക്കും പ്രതിഫലം. ഹല്ലേലൂയ. വിശ്വസ്തനാ നമ്മുടെ ദൈവം, വിശ്വസ്തനാ. ഹല്ലേലൂയ. വിട്ടിട്ട് പോകത്തേയില്ല. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ വിടാതിരുന്നാൽ മതി. ഞാൻ ഇന്ന് വിചാരിക്കും, ദൈവമേ, കർത്താവിൻ്റെ വേലയിലായപ്പോൾ
എൻ്റെ കർത്താവ് ഹല്ലേലൂയ ആമേൻ മാനിച്ച വിധങ്ങൾ. ഹല്ലേലൂയ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിൻ്റെ ടോയ്ലറ്റ് കഴുകാൻ പോകും. ആരും എന്നെ നിർബന്ധിക്കാറില്ല. എൻ്റെ ചർച്ചിനെ ഞാൻ ഈ പായെല്ലാം ഞാൻ കൊണ്ടുപോയി കഴുകും. എൻ്റെ ചർച്ചിനെ ഞാൻ പോയി ഫുള്ള് മുറ്റവും അടിച്ചു വാരി വൃത്തിയാക്കും. എല്ലാം ഞാൻ ചെയ്യും. സന്തോഷത്തോടെ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ദൈവം എന്നെ ഇറക്കി വിട്ടിട്ട് ആമേൻ ഹല്ലേലൂയ എന്നെ കൈവിട്ടിട്ട് പോയില്ല. ഹല്ലേലൂയ. കണക്ക് പുസ്തകത്തിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരുന്നു. കണക്ക് പുസ്തകത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ പ്രിയ മക്കളെ, 1 രൂപ കോയിൻസ് ഇന്ന് അതിന് വലിയ വിലയൊന്നുമില്ല. 1 രൂപ 50 പൈസ ഇതിനൊന്നും വിലയില്ലെന്ന്. പക്ഷേ അന്ന് ആമേൻ ഹല്ലേലൂയ ആ 1 രൂപ കോയിൻസ് എനിക്ക് കിട്ടുന്നതെല്ലാം ഞാനൊരു ബോക്സിനകത്ത് ശേഖരിക്കുമായിരുന്നു. ഇപ്പോഴും ഞാനത് ശേഖരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അത് നിറയുന്ന സമയം ഒരു 200 300 ഒക്കെ കാണും. പക്ഷെ ആ പൈസ എടുത്ത് ദൈവവേലക്കാർക്കോ അവരുടെ മക്കൾക്കോ ആമേൻ ഹല്ലേലൂയ എന്തെങ്കിലും ഒരു സഹായം എന്നാലാവോളം ഞാൻ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ആമേൻ. അന്നൊക്കെ നമുക്ക് വസ്ത്രത്തിന് പഞ്ചമായിരുന്നു. പക്ഷേ ദൈവവേലക്കാരെ ആമേൻ കൈനീട്ടി സഹായിക്കുവാൻ ഇല്ലായ്മയിലും ദൈവം ഒരുക്കിയ കുടുംബമാണ് ഞങ്ങളുടേത്. ആമേൻ. ഇന്ന് ആമേൻ ഹല്ലേലൂയ ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത്? ഹല്ലേലൂയ. ഇനി അലമാരയ്ക്ക് തുറന്നാൽ ഇന്ന് എല്ലാ ഡിസംബറിലും ആമേൻ ദൈവമക്കൾക്ക് ആമേൻ നമ്മുടെ കൈയാൽ ആമേൻ വസ്ത്രം കൊടുക്കാൻ ദൈവം വയ്ക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, കർത്താവിൻ്റെ ആമേൻ നാമത്തിൽ ആമേൻ ഒരു കൈ നീട്ടിയാൽ ആമേൻ അവൻ നമ്മളെ വെറുതെ വിടുകയില്ല. ഇത് അവൻ നമുക്ക് തന്ന പ്രോമിസാണ്. ഇത് വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറത്തില്ല, അവൻ വിശ്വസ്തനാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ആമേൻ ദൈവത്തിന് നിങ്ങളെ എന്തോ പറഞ്ഞു ഓർപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ. എവിടെയോ തോറ്റുപോയി നിങ്ങൾ. ഹല്ലേലൂയ. എവിടെയോ തോറ്റുപോയി. ആരുടെ വാക്കിൻ്റെ മുന്നിൽ നിങ്ങൾ തോറ്റുപോയി. ആരുടെ പ്രവർത്തികളുടെ മുന്നിൽ നിങ്ങൾ തോറ്റുപോയി. ഹല്ലേലൂയ. ജയിച്ച് പുറത്തു വരണം. ഹല്ലേലൂയ. ജയിച്ച് പുറത്തു വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം വായിക്കാം. ആ ആ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത ഭാഗം കൂടെ വായിച്ചു. ആ ആ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണ സമയത്ത് വളരെ ശ്രദ്ധിക്കന്നെ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മനസ്സിനകത്തോട്ട് ആമേൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. എന്നിട്ട് ആ വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതിൻ പ്രകാരം പ്രാർത്ഥിച്ചാലാണ് മറുപടി. നമ്മൾ എന്ത് വേണോ പോയിരുന്ന് അങ്ങനെ ചോദിക്കാന്നല്ല, വചനത്തിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണ വേളയിൽ അവൻ പറയുന്നൊരു വാക്യമായത്, ഇടുക്ക് വാതിലൂടെ അകത്തു കടപ്പീൻ. മേൻ. ഹല്ലേലൂയ. ഇടുക്ക് വാതിലൂടെ അകത്ത് കടക്കുവീൻ. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും, പക്ഷേ അതിൽ കൂടി അനേകർ കടക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിലിൽ നമ്മൾ പോകാൻ വിചാരിച്ചാൽ അത്തിരി പ്രയാസം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചേ എല്ലാവരും. പ്രയാസവാ ജീവങ്കലേക്കുള്ള വാതിൽ. ഇടുക്കവാ, ഭയങ്കര ഞെരുക്കവാ. പക്ഷേ അതിനകത്തൂടെ കുറച്ച് പേരെ പോകുന്നുള്ളൂ. ഇടുങ്ങിയും ഞെരുങ്ങിയും കുറച്ചു പേരെ പോകുന്നുള്ളൂ. പക്ഷേ നാശത്തിലേക്ക് പോകാനുള്ള വാതിൽ വലിയ വാതിലാണ്. അത് തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് നിറയെ സ്ഥലമുള്ളത് കൊണ്ട് അനേകരങ്ങ് പോകുകയാണ്. അവിടെ ഞെരുക്കമൊന്നുമില്ല, യാതൊരു ഞെരുക്കോ ഇടുക്കോ ഒന്നുമില്ല. വിശാലമായിട്ടങ്ങ് പോകാം.
ഹല്ലേലൂയ. ഇതന്നെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ജീവങ്കലേക്ക്, ആമേൻ, നിത്യജീവങ്കലേക്ക്, ആമേൻ, വരുവീനെന്ന്, ആമേൻ, ഹല്ലേലൂയ, നമ്മൾ ആരെങ്കിലും ക്ഷണിച്ചാൽ, ആമേൻ, അവർ പറയും ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ, ഞങ്ങളെ കൊണ്ടിത് പറ്റത്തില്ല, ഞങ്ങൾക്ക് കുറച്ച് വിശാലമായിട്ട് പോകണം. ഹല്ലേലൂയ. കുറച്ച് വിശാലമായിട്ട് പോകണം. പക്ഷേ എൻ്റെ യേശു പറഞ്ഞു, ആമേൻ, വിശാലമായിട്ട് പോകുന്ന വാതിലുണ്ടല്ലോ, അത് നിന്നെ ഇപ്പോൾ വാതിൽ വിശാലമായിരിക്കാം, പക്ഷെ അങ്ങോട്ട് ചെല്ല ഒരു ഇടുക്കം ഉണ്ടാകുക. ആമേൻ, അത് നാശത്തിൻ്റെ വാതിലാ. നിനക്ക് അവസാനം നീ പോകുന്ന നാശമെന്ന് പറയുന്നത് നിത്യ നരകത്തിലോട്ടാ. പക്ഷേ നീ ഇപ്പോൾ നിത്യജീവങ്കലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചാൽ, നീ കടന്നു വന്നാൽ, ആമേൻ, നീ പോകുന്ന വഴി അല്പം ഇടുക്കമായിരിക്കാം, ഞെരുക്കമായിരിക്കാം, പക്ഷേ നീ അവസാനം പോയി നിൽക്കുന്നത് ആമേൻ ജീവന്റെ വഴിയിലാ. അവിടെ നിനക്ക് നിത്യ മരണമല്ല, നിത്യജീവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നിത്യജീവങ്കലേക്കുള്ള ആമേൻ വാതിലിലോട്ടാ നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ ഇടുക്കവും ഞെരുക്കവും ഉണ്ട്. ഈ ഇടുക്കവും ഞെരുക്കവും കടന്നു വരുമ്പോൾ ആമേൻ ഇട്ടിട്ട് പോകരുത് യേശുവിനെ. ഹല്ലേലൂയ. പ്രാർത്ഥന മതിയാക്കരുത്, ആരാധന മതിയാക്കരുത്. ഹല്ലേലൂയ. കാരണം ആമേൻ ഈ വാതിലൂടെ പ്രവേശിച്ചവർക്ക് അവസാനം നിത്യജീവനാ. ഹല്ലേലൂയ. അവിടെ നിത്യമരണമല്ല. പക്ഷെ ഇടുക്ക് വാതിലൂടെ പോകാൻ മടിച്ച് വിശാലമായ വാതിൽ തിരഞ്ഞെടുത്ത് പോയവർക്കെല്ലാം അവസാന നിത്യമരണമെന്ന ആമേൻ അടുക്കലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സത്യം പാവം അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അവർക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇപ്പം ഈ ചർച്ച് ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ഇരിക്കുക, ഇത്ര ഇടുങ്ങിയ ഒരു ചർച്ച എന്ന് വിചാരിക്കാം. പക്ഷേ ആമേൻ ഇതിലൂടെ ആമേൻ പ്രവേശിക്കണമെങ്കിൽ ആമേൻ ഇത്ര പ്രയാസമാണ്. പക്ഷേ ഇതിനേക്കാൾ വിശാലമായ ഈ ക്യാമ്പസ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്തു കൂടെ പോകാൻ വളരെ ഈസിയാണ്. എല്ലാവർക്കും കൂട്ടുപിടിച്ച് അങ്ങ് പോകാം. ഹല്ലേലൂയ. പക്ഷേ ആമേൻ യേശു പറഞ്ഞു അത് നാശത്തിൻ്റെ വഴിയാണ്, അത് നാശത്തിൻ്റെ വഴിയാണ്. പ്രിയ ദൈവമേ, ആമേൻ ദൈവത്തിൻ്റെ ആമേൻ കൂടെ ആമേൻ ഇടുങ്ങിയ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, ഒരു വിശാലത നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിലും, പ്രതികൂലങ്ങളും പ്രതിസന്ധികളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, ആമേൻ ദൈവത്തിൻ്റെ ആമേൻ കൂടെ ആമേൻ യേശുവാകുന്ന നിത്യജീവങ്ങളിലേക്ക് തന്നെയാണ് ചേർന്ന് യാത്രയെങ്കിൽ, ആമേൻ ഇടുക്കമുള്ള വഴിയെ ആമേൻ ആമേൻ നന്മയാക്കി മാറ്റുന്ന ആമേൻ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അത് ഭൗതിക വിഷയത്തിൽ ആദ്യം കൊണ്ടുവരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് യേശു കർത്താവ് എന്താണ് എല്ലാ ഉപമകളിൽ കൂടിയാണ് പറയാറുള്ളത്. കാരണം എന്താണ്, ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്കൊന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ട് യേശു പറയും ഇപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഉപമ പറയാം. ഇപ്പം യേശു പണ്ട് എന്താണ് തിരികല്ലും അല്ലേ അങ്ങനത്തെ സംഭവമൊക്കെ വെച്ചാൽ ഉദാഹരണം പറയുന്നത്. പക്ഷെ ഇന്നങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇന്ന് അതൊന്നും ഇല്ലല്ലോ അല്ലേ. ഇന്നെന്താണ് നമ്മൾ ഉദാഹരണം പറഞ്ഞെങ്കിൽ തേങ്ങ അല്ലേ, ഇതൊക്കെ പറഞ്ഞ ഇപ്പം തേങ്ങയുടെ കാര്യമൊക്കെ നമ്മുടെ കേരളത്തിൽ നമുക്ക് തേങ്ങ വെച്ച് പറയാം. പക്ഷേ വേറെ നാട്ടിലോട്ട് വേറെ സ്റ്റേറ്റിലോട്ട് പോയാൽ അവിടെ ആ സാധനം ഇല്ല. അപ്പം ഈ ഉദാഹരണം അവിടെ പറയാൻ പറ്റത്തില്ല. ഇതുപോലെയാ എന്താ യേശു ഉപമകളാൽ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പം ഞാൻ ഈ ഭൂമിയിൽ നമ്മൾ യേശുവിനോട് കൂടെ ജീവനായ ദൈവത്തിൽ യാത്ര ചെയ്യുവാൻ തയ്യാറെങ്കിൽ ആമേൻ തുടക്കം ഇടുക്കവും ഞെരുക്കവുമാണെങ്കിലും ആമേൻ ദൈവം നമ്മളെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിൻ്റെ വേദപുസ്തക തെളിവ് സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ആമേൻ സ്വർഗരാജ്യത്തിലേക്കുള്ള ആമേൻ നിത്യജീവനെ പ്രാപിച്ച മക്കൾ എത്ര വിശാലമായ സ്ഥലത്ത് പോയി നിൽക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം യേശുവാകുന്ന നിത്യജീവനെ പ്രാപിക്കാൻ നമ്മൾ തയ്യാറായാൽ, അന്ത്യം വരെ യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നമുക്ക് നന്മ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പലർക്കും വചനം അറിഞ്ഞുകൂടാത്തോണ്ടാ പലരും പറയും യേശുവിൻ്റെ പുറകെ പോയപ്പോൾ എന്ത് കിട്ടാനാ യേശുവിൻ്റെ പുറകെ പോ. ഹല്ലേലൂയ.
യേശു കർത്താവിനെ സ്വീകരിച്ച് ഓരോ ദൈവ പൈതൽ ഓർക്കുക, യേശു കർത്താവിനോട് കൂടെ പോയാൽ അവൻ നമ്മുടെ അപ്പന. എന്നാ യേശു പറഞ്ഞ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ പൈതലായി മാറുന്ന ഓരോ ദൈവമക്കൾക്കും അവൻ നമ്മുടെ അപ്പന, പിതാവാണ്. ഹല്ലേലൂയ. ഞാൻ കുഞ്ഞുനാളിൽ എൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടേയില്ല, മരിച്ചുപോയി കുഞ്ഞുനാളിൽ. ഇപ്പം എന്നെ ഒരാത്മീയ പിതാവാ എന്നെ മകളായിട്ട് എടുത്ത് ശുശ്രൂഷകളിൽ എന്നെ കരം പിടിച്ചു നടത്തി. ഹല്ലേലൂയ. ഈ വഴി ഇതുവരെയും കൊണ്ടെത്തുവാൻ സഹായിച്ചത്. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ പിതാവിനോട് കൂടെ നമ്മൾ യാത്ര ചെയ്താൽ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇതായൊരു കുഞ്ഞ് ഇവിടെ ഓടിക്കളിക്കുക. അപ്പോൾ ഈ കുഞ്ഞ് വീഴാൻ പോകുന്നത് തൻ്റെ പിതാവ് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ വിചാരിക്കുക, വീഴട്ടെ, എൻ്റെ കൈകാലൊക്കെ മുറിയട്ടെ, ഞാൻ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കാം. അങ്ങനെ ആരെങ്കിലും നിൽക്കുമോ? ഏതെങ്കിലും ഒരു പിതാവ് അങ്ങനെ നിൽക്കുമോ? നിൽക്കത്തില്ല. കുഞ്ഞ് വീഴാൻ പോകുന്നു എന്നൊരു ചലനം മനസ്സിലാക്കിയാൽ ആ പിതാവ് കുഞ്ഞ് വീഴുന്നതിന് മുന്നേ ഓടി അവിടെ അടുത്തെത്തിയിരിക്കും. ഹല്ലേലൂയ. ഇതുപോലെയാണ് പ്രിയ മക്കളെ നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിനോട് കൂടി യാത്ര ചെയ്തിട്ട് കർത്താവ് നമ്മൾ തകരാൻ പോകുന്നു, നമ്മൾ ഉടയാൻ പോകുന്നു, നമുക്ക് നഷ്ടം വരാൻ പോകുന്നു, നമ്മൾ ഇല്ലായ്മയാകാൻ പോകുന്നു എന്ന് കണ്ടാൽ നമ്മളെ തകർച്ചയ്ക്ക് വിട്ടുകൊടുത്തിട്ട് കണ്ട് സന്തോഷിക്കുന്ന പിതാവല്ല നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ ദാനിയേലിന്റെ മേൽ യാതൊരു കുറ്റം ചുമത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ അസൂയ എന്താ? അവർക്കൊരു അസൂയായിരുന്നു. അവരുടെ അസൂയ എന്തായിരുന്നു? ഇപ്പം എന്താണ്? രാജ്യത്തിൻ്റെ പ്രധാന സ്ഥാനം വഹിക്കുക ദാനിയേല്. ബുദ്ധിമാനായിരുന്നു, ദൈവം അവന് ബുദ്ധിയും ജ്ഞാനവും കൊടുത്തു. ഇപ്പോൾ എല്ലാവർക്കും ഒരു അസൂയ. പ്രധാന ദേശാധിപതിമാർക്കും മന്ത്രിമാർക്കൊക്കെ ഒരു അസൂയ. പറയുകയാണ്, ഇവൻ എങ്ങനെയും തകർക്കണം, ഇങ്ങനെയും തകർക്കണം. ഇങ്ങനെ തകർക്കാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാതൊരു കാരണവും കിട്ടുന്നില്ല. ഇതുപോലെയാണ് നമ്മളെയും. എങ്ങനെയാണ് ഇവരെ ഒന്ന് തകർക്കുക, എങ്ങനെ ഇവർക്കെതിരെ ഒരു കുറ്റം ആരോപിക്കാം? യേശുവിൻ്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ കുറേ ആൾക്കാർ വന്നതേ എന്തിനാണ്? എങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കാനാ. കുറച്ച് ആൾക്കാർ ഇവിടെ അതായിരുന്നു, നോക്കി 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 കുറ്റമൊന്നുമില്ല. എല്ലാത്തത് കൊണ്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ മാത്രം ഇവനെ പിടിക്കാൻ പറ്റൂ. അപ്പം എന്താണ്? രാജാവിനെ ഇളക്കി വിട്ടു. രാജാവിനോടല്ലാതെ വേറെ ആരെടുത്തെങ്കിലും പ്രാർത്ഥിച്ച പ്രശ്നം, എന്നെ സിംഹത്തിൻ്റെ കൂട്ടിനകത്തിട്ട് കളയും. പക്ഷേ നമുക്കറിയാം, ദാനിയേൽ മുൻപേ ചെയ്തു വന്നതുപോലെ പ്രതികൂലത്തിന്റെ നടുവിലും താൻ മുൻപേ ചെയ്തു വന്നതുപോലെ തനിക്ക് പ്രതികൂലം ഇല്ലാതിരുന്നപ്പോൾ താൻ എന്ത് ചെയ്തു വന്നുവോ അതുപോലെ തന്നെ താൻ പ്രാർത്ഥിച്ചു. നമ്മൾ എങ്ങനെയാ? പ്രതികൂലമൊന്നും ഇല്ലായിരിക്കുമ്പം പ്രാർത്ഥന ആരാധനയൊക്കെ കൊള്ളാം. ഹല്ലേലൂയ. ആലയത്തിൽ പോക്കെല്ലാം നല്ലതാ. പക്ഷെ പ്രതികൂലം വന്നു കഴിഞ്ഞാലോ? നമ്മളെ ചിന്തിക്കുക പ്രിയ ദൈവമക്കളെ. പ്രതികൂലം വന്നു കഴിഞ്ഞാൽ ആരാധനയും നേരത്തെ ഉള്ള അതുപോലെയുള്ള ആ പ്രാർത്ഥനയും ആരാധനയും ദൈവിക ബന്ധമൊക്കെ ഉണ്ടാവുമോ? ദൈവത്തോടൊരു 100 ചോദ്യം ചോദിക്കുക. പിശാചിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് ദൈവജനത്തെ പിശാച് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇത് തന്നെയാണ്. ദൈവത്തെ നോക്കി ചോദ്യം ചോദിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നത്, മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ മെനഞ്ഞത് എന്ത് എന്ന് ചോദിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പലയിടത്തും ദൈവം സംസാരിക്കുമ്പോൾ അടിയനിതാ പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത്. അപ്പം ഇവിടെ എന്താണ്? ദാനിയേലിൻ്റെ ജീവിതത്തിൽ പലരും എഴുന്നേറ്റ് വന്നു. അവിടെ പറയുന്നൊരു പ്രധാന വാക്കാണ്, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്.
ഇതാ ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പം വിശ്വസ്തനായിരുന്നത് കൊണ്ടാ ദാനിയേല് സിംഹത്തിൻ്റെ ഗുഹയിൽ വീണപ്പോൾ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വിരോധമായി ആമേൻ യേശു കർത്താവിനെ ആമേൻ ആരാധിക്കുന്ന നിമിത്തമോ, കർത്താവിനെ പ്രസംഗിക്കുന്ന നിമിത്തമോ, കർത്താവിന് വേണ്ടി സത്യസന്ധതയോടെ വിശ്വസ്തയോടെ ജീവിക്കുന്ന നിമിത്തമോ ആമേൻ ആര് എന്തെഴുന്നേറ്റാലും ആമേൻ ഹല്ലേലൂയ ദൈവം നോക്കും എൻ്റെ കുഞ്ഞ് വിശ്വസ്തമായിട്ടാണോ ഇരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ദൂതന്മാരോട് കൽപ്പിക്കും, ആമേൻ ഇവർക്ക് എഴുന്നേറ്റിരിക്കുന്ന പ്രതികൂലത്തെ നീ അടച്ചുകള. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവിടുത്തെ ഒരു പ്രധാന പോയിന്റ് വിശ്വസ്തത. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയും നമ്മളെക്കുറിച്ച് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രശ്നം നടക്കുന്നതിന് കാരണമുണ്ട്. പ്രിയ ദൈവമക്കളെ, വിശ്വസ്തരാണോ എന്ന് മാത്രം ഹൃദയത്തോടൊന്ന് ചോദിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മോശെ എന്ന പുരുഷൻ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഒരിടത്ത് മാത്രമല്ല, ദൈവത്തിൻ്റെ ഭവനത്തിൽ മുഴുവനും അവൻ വിശ്വസ്തനായിരുന്നു. നമ്മളെങ്ങനെയാ ദൈവത്തിൻ്റെ ഒരു കാര്യത്തിൽ വിശ്വസ്തത കാണിക്കും, രണ്ടാമത്തെ കാര്യത്തിൽ കാണത്തില്ല. പിന്നെ വേറൊരു കാര്യത്തിൽ നമുക്ക് വിശ്വസ്തത ഉണ്ടായിരിക്കും, മറ്റേതിൽ കാണത്തില്ല. പക്ഷെ ഇവിടെ പറയുക ദൈവഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മോശയെക്കുറിച്ച് ഒരിക്കൽ ഒരാൾ പരദൂഷണം പറഞ്ഞു. തൻ്റെ സഹോദരങ്ങൾ മോശയെക്കുറിച്ച് പരദൂഷണം, ഇവൾ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. കൂശ്യ സ്ത്രീയെ അവിടെ ഭയങ്കര ജാതി പ്രശ്നം. ഈ മോശ ഇപ്പോൾ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് എന്താണ് മോശയ്ക്കെതിരെ എഴുന്നേറ്റു. ഹല്ലേലൂയ. പക്ഷേ ആമേൻ അവിടെ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ സംഖ്യ പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യം നമുക്ക് വായിക്കാം. സംഖ്യ 12-ന്റെ 1-2 വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അവിടെ എന്താണ് നടന്നത്? ആ ആ ആ ആ ആ മതി. ഹല്ലേലൂയ. ഇപ്പം മോശയ്ക്ക് വിരോധമായി പറയുകയാ, മോശ കൂശ്യ സ്ത്രീ വിവാഹം കഴിച്ചു. ജാതി പ്രശ്നം. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്, ജാതി പ്രശ്നം. എന്നാ ദൈവം തൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവമക്കളെല്ലാം ക്രിസ്തുവിൻ്റെ തലയുടെ എന്താണ് ശരീരം, ക്രിസ്തു സഭയുടെ തലയാണ്. പക്ഷേ ഈ തലയുടെ ശരീരഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജാതി, ഈ ജാതി, കീഴ് ജാതി, മേൽജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ തലയുടെ ഭാഗമല്ല. ഹല്ലേലൂയ. ഒരാൾ ക്രിസ്തുവിൻ്റെ കൈ, ഒരാൾ ക്രിസ്തുവിൻ്റെ കാല്, ശരീരാവയവം, ഒരാൾ ക്രിസ്തുവിൻ്റെ കണ്ണ്. പക്ഷെ തല ആരാണ്? ക്രിസ്തു. ഹല്ലേലൂയ. തലയെ മറന്നു പോയാ ഉടലിന് വിലയില്ലല്ലോ, തലയോട് മറുതലിച്ചാൽ ഉടലിന് നിലയില്ലല്ലോ. അപ്പം തല വേണ്ട, തല വേറെ. ഇനി ഞങ്ങൾ ഉടലെല്ലാം കൂടി നിന്നോളാന്ന് പറഞ്ഞാൽ നടക്കൂല. ഇനി കൈ പറയുകയാണ്, എന്താണ്, എനിക്ക് ഈ കാലിനോട് ചേർന്ന് സഞ്ചരിക്കാനും പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ വേറെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന തലയിൽ ആമേൻ ഹല്ലേലൂയ ചേർത്ത് പണിയപ്പെട്ട ശരീരഭാഗമല്ല. അർത്ഥം നമ്മൾ സഭ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേക സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പ്രസംഗിക്കാൻ പോയെടുത്ത ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണമല്ല, നടന്ന സംഭവം. എനിക്ക് അതിവിടെയും പറയേണ്ടി വന്നു. ആമേൻ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ മക്കളെ, ആമേൻ ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്താഗതികളെ മാറ്റും. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ വടക്കേ ഇന്ത്യയുടെ ഭാഗത്ത് ആമേൻ നാട്ടിൽ നിന്ന് ഒരു സഹോദരൻ ആമേൻ തൻ്റെ ജോലിക്കായിട്ട് കടന്നു പോകുമ്പോൾ
ആരാധനാ സ്ഥലങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേ നടന്നു. നമ്മളും അങ്ങനെയാ. ഒരു പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു ആരാധന സ്ഥലം ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അപ്പോൾ ഇതുപോലെ അന്വേഷിച്ചു, എങ്ങും കണ്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? താൻ കുറച്ച് ദൂരം സഞ്ചരിക്കും ഒരു വിഷമത്തോടെ. അയ്യോ, ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒരാലയം കിട്ടിയില്ലല്ലോ എന്ന് വിഷമിച്ച് താൻ സഞ്ചരിക്കുമ്പോൾ താൻ എന്താണ്, ഒരാലയത്തിൽ നല്ല പാട്ടും പ്രാർത്ഥനയും ആരാധനയും നമ്മളെപ്പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് പാട്ടും പ്രാർത്ഥനയൊക്കെ നടക്കുകയായിരുന്നു. കയ്യടിയും ആരാധനയും എല്ലാം നടക്കും. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അവിടേക്ക് ആലയത്തിൻ്റെ മുറ്റത്തേക്ക് പോയിട്ട് എന്ത് ചെയ്തു? കയറി ഒന്നിരുന്ന് ആരാധിച്ചിട്ട് കടന്നു പോകാം, കയറി ആരാധിച്ചിട്ട് കടന്നു പോകാം. അതിനകത്ത് കയറിയ മനുഷ്യൻ താൻ എന്ത് ചെയ്തു? പുതിയ ആളായതുകൊണ്ട്, തനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഏറ്റവും പുറകിൽ വന്ന് അങ്ങനെ ഇരുന്നതും എല്ലാവരും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കി. എല്ലാവരും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കി. കാരണം എന്താണ്? ഒരു പുതിയ ആൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനെ ഫ്രണ്ടിൽ നിന്ന് 2 പേര് വന്ന് പിടിച്ച് പള്ളിയുടെ പുറത്താക്കി. ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. ഇതെന്തായിരിക്കും? കരയാൻ തുടങ്ങി. ആ മനുഷ്യൻ കരഞ്ഞ് ആ മുറ്റത്തൂടെ നടന്നു. ഇവരെന്താണ് എന്നെ പുറത്താക്കിയത്? ഞാൻ ആരാധിക്കാനല്ലേ പോയത്? എന്താണ്? എൻ്റെ ഡ്രസ്സൊക്കെ നന്നായി തന്നെ ഇരിക്കുന്നു, എന്താണ് ഇവരെങ്ങനെ പുറത്താക്കിയത്? ആമേൻ. കുറച്ചു നേരം ആ മനുഷ്യൻ ദുഃഖിച്ച് താൻ വേദനയോടെ ആ ചർച്ചിൻ്റെ മുറ്റത്തൂടെ താൻ കടന്നു പോകുമ്പോൾ തൻ്റെ പുറകിൽ നിന്നൊരു ശബ്ദം കൈത്തട്ടി വിളിച്ചു. ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കർത്താവ് ചോദിച്ചു, എന്നാ മോനെ വിഷമിച്ചത് പോകുന്നേ? അപ്പം പറഞ്ഞു, ഞാൻ എന്താണ് ഇവിടെ ആരാധിക്കാനാ വന്നേ. അപ്പം യേശു പറഞ്ഞു, മോനെ, നിന്നെ ഇന്നാണ് അവരെല്ലാം പുറത്താക്കിയത്. നീ ഇന്നൊരു ദിവസം വന്ന് നിന്നെ ഇന്ന് പുറത്താക്കി. എന്നെ എന്നോ ഈ സഭയിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിയാമോ? ഞാൻ ഇവിടെ ഇല്ല കുഞ്ഞേ. നീ എന്നെ ആരാധിക്കാനല്ലേ വന്നത്? ഞാൻ ഇവിടെ ഇല്ല. ഹല്ലേലൂയ, ആമേൻ. പിന്നത്തേതില്ല ആ മനുഷ്യൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് കറുത്ത വർഗക്കാരെ ആരാധിക്കാൻ കയറ്റാത്ത സഭയാ. വെളുത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമായിരുന്നു. ഇയാൾ കറുത്ത ആളായിരുന്നു. അതുകൊണ്ടാ വെളുത്തവരെല്ലാം കൂടെ വന്ന് കറുത്ത ആളെ പുറത്താക്കി. ഇപ്പം യേശു ആരുടെ പക്ഷത്ത് നിൽക്കൂ? ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന തലയോട് ചേർത്ത് പണിയാത്ത അവയവങ്ങളെ എല്ലാം വെട്ടിക്കളയും. ഹല്ലേലൂയ, ആമേൻ. ഈ ദുഷ്ട ചിന്താഗതി ഹൃദയത്തിനകത്ത് ജാതി ഭ്രഷ്ട്, ആമേൻ, മതഭ്രഷ്ട്, ആ ഭ്രഷ്ട് ഈ ഭ്രഷ്ട് കൊണ്ട് നടന്നു. കൂടെ ആരാധിക്കാനിരുത്തിയില്ല. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ എന്നേ പോയട മക്കളെ പള്ളി വിട്ട്. ഹല്ലേലൂയ. പക്ഷേ അവിടെ പാട്ടുണ്ട്, ആരാധനയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യാം. ക്രിസ്തുവാകുന്ന തലയുടെ ഭാഗമാണോ നമ്മൾ ഓരോരുത്തരും? ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ദൈവം, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ, ആമേൻ, ഹല്ലേലൂയ, ചേർത്തണച്ചു വയ്ക്കും. ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കും. കാരണം ദൈവത്തിന് അത് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ തലയോട് ചേർന്ന് നിൽക്കുന്ന സഭയെയാണ്, ശരീരഭാഗത്തെയാണ് ദൈവത്തിന് പ്രിയം. യേശു ചേർത്ത് കൊണ്ടുപോകാൻ വരുന്നത് തൻ്റെ, ആമേൻ, സഭയാകുന്ന ശരീരമായി ജീവിക്കുന്നവരെ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ രാത്രിയിൽ, ആമേൻ, ദാനിയേലിൻ്റെ ജീവിതത്തിൽ, ആമേൻ, താൻ വിശ്വസ്തനാണ്, താൻ ആരാധിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. ഈ കാര്യത്തിൽ മാത്രം ഇവനെ പിടിച്ചിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവന് സിംഹത്തിൻ്റെ ഗുഹ കൊടുത്തു. ആമേൻ. നമ്മൾ വായിക്കുന്നത്, ആമേൻ, നമ്മൾ വായിക്കുന്നത്, ആമേൻ, 6-ാം അധ്യായം 22-ാം വാക്യം, ദാനിയേൽ 6:22 വായിക്കും. അവിടെ എന്താ നടന്നേന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. ദാനിയേൽ പറയുകയാ, രാജാവ് ചോദിച്ചു, സിംഹം നിന്നെ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദാവീദിന്, രാജാവിന് ഇഷ്ടമുള്ള മനുഷ്യനായിരുന്നു ഈ ദാനിയേൽ. ആമേൻ. പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ദൈവം, ഞാൻ
എന്താണ് മരിച്ചു പോകാതിരിക്കേണ്ടതിന്, സിംഹമനെ കടിച്ച് കീറി തിന്നുകളയാതിരിക്കേണ്ടതിന് ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയിരുന്നു. ആമേൻ. ആ ദൂതൻ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ദാനിയേലിനെ കൊണ്ടിടാൻ പോയവരെ സിംഹം കടിച്ചു കീറിയപ്പോൾ ആമേൻ, ദാനിയേലിനെ കടിക്കാൻ വന്ന, ആമേൻ, കടിച്ചു കീറുവാൻ വന്ന സിംഹത്തിന്റെ വായ അടച്ച ദൈവത്തെയാ ഇന്ന് നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഇതുപോലത്തെ ഒരു പ്രതിസന്ധികൾ വന്നാൽ, പ്രശ്നങ്ങൾ കടന്നു വന്നാൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം നമ്മൾ ആരുടെ പക്ഷത്തായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ ധൈര്യത്തോടെ പറയുക, ഞാൻ എൻ്റെ ദൈവത്തിനൊരു കുറ്റവും ചെയ്തില്ല, ഞാൻ രാജാവേ നിനക്കും ഒരു കുറ്റവും ചെയ്തില്ല. ഹല്ലേലൂയ. ആമേൻ. വിശ്വസ്തരായി നിന്ന ആമേൻ ഭക്തന്മാരെ യേശുവിനോട് കൂടെ ജീവങ്കലേക്ക് യാത്ര പുറപ്പെട്ട്, മരണമായാലും ജീവനായാലും ഞങ്ങൾ ക്രിസ്തുവിനോട് കൂടെ എന്ന് ആമേൻ പുറപ്പെട്ട ഓരോ ദൈവഭക്തന്മാരെയും ആദ്യത്തെ ജീവിതം ഇടുക്കമാണെങ്കിലും ഞെരുക്കമാണെങ്കിലും അവരെ വിശാലതയിൽ കൊണ്ടുവന്ന് തങ്ങളോട് കൂടെ ജീവനുള്ള ദൈവമുണ്ടെന്ന് ആമേൻ തെളിയിച്ചവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തെ ആരാധിക്കാനാ, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാനാ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയ ദൈവമക്കളെ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ഹല്ലേലൂയ ആമേൻ അധികമായിട്ട് ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ദൈവത്താൽ നടത്തപ്പെട്ടവരെ കുറിച്ചും വിശാലതയിലേക്ക് കൊണ്ടുവന്നവരെ കുറിച്ചും നിങ്ങളെ ഉണർത്തണമെന്നുണ്ട്. എന്നാൽ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒരു ഭൗതികമായ ജീവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നേ മരിച്ചു പോകാമായിരുന്നു അല്ലേ? ഒന്ന് ചിന്തിച്ച്. നമ്മുടെ ജീവിതത്തിൽ എന്നേ നമ്മൾ മരിച്ചു പോകാമായിരുന്നു. എത്രയെത്ര പ്രശ്നങ്ങളാണ്. പക്ഷേ ആമേൻ ദൈവം ഇടുക്കവാതിലൂടെ ഞെരുക്കവാതിലൂടെ ദൈവത്തോടു കൂടെ സഞ്ചരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ആമേൻ പിന്നെയും ജീവനോടെ ശേഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഈ ഭൗമിക ലോകത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിക്കുക മാത്രമല്ല, ആമേൻ നിത്യജീവനിലേക്കുള്ള വഴിയിൽ ആമേൻ യാത്ര തുടരണം നമ്മൾ. ആമേൻ യേശു പറഞ്ഞു, ആമേൻ നിത്യജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമാ ഞെരുക്കമാ, പക്ഷെ അതിൽ കൂടി കടക്കുന്നവർ ചുരുക്കമാ. ആ ചുരുക്കം പേരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. പ്രിയ സഭയെ, ഈ ഉപവാസ പ്രാർത്ഥന ആ ചുരുക്കം പേരുടെ ഉള്ളവരാകാനാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും, നാശത്തിലേക്ക് പോകും. ആമേൻ, ആമേൻ. ജീവങ്കിലേക്ക് പോകുവാൻ ആമേൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെന്ത് ഇടുക്കമാ വരുന്നത്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ ആമേൻ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടേണ്ടി വരും. ഇപ്പം യേശുവിൻ്റെ കൂടെ വന്നതൊക്കെ ശരി തന്നെ. ഇനി ചില ആൾക്കാർ പഠിപ്പിക്കാറുണ്ട്, നീ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു പ്രശ്നവും ഇല്ല. ചുമ്മാതെയാണത്. സ്നാനപ്പെടുന്നത് യേശു ക്രിസ്തുവിനോട് ചേരാനാ. യേശു ക്രിസ്തുവിനോട് ചേർന്നാൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറും. ഹല്ലേലൂയ. ആമേൻ. ആ അവകാശി ദൈവത്തിൻ്റെ പൈതലാണ്. ആ ദൈവ പൈതലിന് ഈ ഭൂമിയിൽ എന്തൊക്കെ വേണോ എല്ലാം കർത്താവ് കൊടുക്കും. ഹല്ലേലൂയ. എന്ത് വേണോ കൊടുക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതിനോടുകൂടി ഇതെല്ലാം കിട്ടും. ഹല്ലേലൂയ. ആമേൻ. തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉള്ള എല്ലാം കർത്താവ് തരും. ഹല്ലേലൂയ. പക്ഷേ എന്താണ് ഇവിടെ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ കൂടെ ആമേൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു വരുമ്പോൾ ഒരു ഇടുക്കവും ഞെരുക്കവും ആദ്യം ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാം, ഇവരൊക്കെ ജീവിതത്തിൽ എത്ര ഞെരുക്കം അനുഭവിച്ചെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ എനിക്ക് ഇവരെ അറിയാവുന്നുള്ളവരാ, പക്ഷെ നിങ്ങളും അങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ ജീവിതത്തിന് കർത്താവിനോടുകൂടെ യാത്ര തിരിച്ചപ്പോൾ എന്തൊക്കെ ഇടുക്കുവാ ഞെരുക്കുവാ വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്നു, ആമേൻ നീതി നിമിത്തമുള്ള ഉപദ്രവങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇത് വരുമ്പം പറയും, അയ്യോ എനിക്ക് ഇടുക്ക് വാതിലൂടെ ഒന്ന് നിത്യതയിൽ പോകണ്ട, എനിക്ക് മതി, എനിക്ക് വിശാലതയിൽ കൂടി പോകണം. അപ്പോഴാണ് അവിടെ ഒരു വിശാല വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ഇവിടെ മതിയാക്കിയിട്ട് ഇവിടെ ചാടും. ഇത് വിശാലവാ, ഈ ജീവിതം മതി എനിക്ക്. ഈ ജീവിതമാകുമ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് എല്ലാം ചെയ്യാം.
ഹല്ലേലൂയ. ചില ആൾക്കാർ പറയാറുണ്ട് ബൈബിൾ പ്രകാരം ജീവിക്കുന്നത് വലിയ പാടാണ്. ഇത് ആർക്കെങ്കിലും അനുസരിക്കാൻ പറ്റുമോ? പക്ഷേ ബൈബിൾ അനുസരിക്കാൻ നല്ല എളുപ്പമാണ്. എൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കൂല, അത്രയേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇതനുസരിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവിനോട് കൂടെ യാത്ര തിരിച്ച് നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരും. ആമേൻ. ആ ഉപദ്രവം എന്തിനാ? നമ്മളെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഹല്ലേലൂയ. ഈ ഞെരുക്കം എന്തിനാ? ഒരു വിശാലതയിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിത്യമായ ഒന്നിനെ നമ്മൾ പ്രാപിക്കാൻ പോകുകയാ. നശിക്കാത്ത ഒന്ന് നമ്മൾ പ്രാപിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. കേവലം ഈ ഭൗമലോകത്ത് ഒരു 70-80 വയസ്സ് വരെ ജീവിക്കാനുള്ള കാര്യങ്ങൾക്ക് പോലും എൻ്റെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നെങ്കിൽ നിത്യരാജ്യത്തിലേക്കുള്ള ഹല്ലേലൂയ യാത്രയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന വിശാലത എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ നമ്മൾ ഓർക്കുക. ഹല്ലേലൂയ ഞെരുക്കമാ. പലപ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, യേശുവിൻ്റെ പ്രസംഗം കേട്ടവരൊക്കെ പറഞ്ഞു, ഇത് ഭയങ്കര കഷ്ടമാണ്, ഇത് കഠിന ഉപദേശമാണ്, ഞങ്ങളിതാ പോണേ. യേശു ചോദിച്ചു, അവർ പോട്ടെ, നിങ്ങൾക്ക് പോണോ? നിങ്ങൾക്കും പോണോ? കാരണം എന്താണ്? യേശുവിന് സത്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളിൽ ആരത് ചെയ്യും? കർത്താവിനൊരു ഉറപ്പ് കൊടുക്കാമോ? കർത്താവേ, എൻ്റെ ശത്രുവിനെ ഞാൻ സ്നേഹിക്കും. പക്ഷെ നിങ്ങൾക്ക് ശത്രു കാണത്തില്ല, നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ. ഇനി നിങ്ങൾ ശത്രുവായിട്ട് ഒരാളെ കാണുന്നെങ്കിലും രണ്ടും ചേർത്ത് യേശു പറയുന്നു, സ്നേഹിക്കണം. ഇപ്പം ഇതെന്താണ്? ഒരു ഇടുക്കമല്ലേ, ഒരു ഞെരുക്കമല്ലേ? ഇത് അനുസരിക്കാൻ പറ്റത്തില്ല. ജീവനിലേക്ക് പോകുവാൻ ഇതൊക്കെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഞെരുക്കവാ. ഇതൊക്കെ പറയുന്നുണ്ടാ പലർക്കും ഇഷ്ടമില്ലാത്ത. എന്താണ്? പിന്നെ ഇത് യേശുവിൻ്റെ പിന്നാലെ പോയാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്, ഇതൊക്കെ തന്നെ പറയൂവര്. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് പ്രശ്നം. പക്ഷേ അനുഭവിച്ചവർക്കറിയാം. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കമൊക്കെ ആണ്, പക്ഷേ യേശുവിനെ മുറുകെ പിടിച്ച് പൊയ്ക്കോ. ഒരു വിശാലതയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ യേശുവിനെ വിടത്തില്ല. പ്രിയ ദൈവമക്കളെ, അത് തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് ഉപദ്രവം വന്നാലും, കഷ്ടം വന്നാലും, വേദന വന്നാലും, ശത്രുക്കൾ പെരുകിയാലും അവർ കർത്താവിനെ വിട്ടു പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശത്രുവിനെ സ്നേഹിക്കണം. ഇത് കഠിന ഉപദേശമാണ്, പെട്ടെന്നൊന്നും പറ്റത്തില്ല കേട്ടോ. പക്ഷേ നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ ഈ ഞെരുക്കം നമ്മളൊന്ന് അനുഭവിച്ചേ പറ്റൂ, ഇതനുസരിച്ചേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപപ്രവൃത്തികൾ നമ്മളെ കടന്നു പിടിക്കാൻ വരുമ്പോൾ പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോണം. ഹല്ലേലൂയ. കാരണം ഇതൊരു ഞെരുക്കമാ. പാപത്തിൻ്റെ സുഖം അനുഭവിക്കുന്നവർക്ക് എന്തൊരു സന്തോഷമാ. പക്ഷേ അത് വിശാലമായ വഴിയാണ്, പക്ഷേ നാശത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, നിത്യ നരകത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇടുക്കമായ ഇവിടെ പാപം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തെ ശരീരത്തിന് ഇൻപം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഞെരുക്കമാ. പക്ഷെ അതിനെ നമ്മൾ വിട്ട് ഓടി യേശുവിനോട് കൂടെ യാത്ര തുടരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഞെരുക്കം മാറി നമ്മൾ വിശാലതയിലേക്കാണ് പോകാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ആ വിശാലത എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യതയുടെ വിശാലത എത്രയാണെന്ന് ഒരു വട്ടം ആ ഭാഗം മാത്രം നമ്മൾ വായിച്ച് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകുന്നു. വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ച്. ആ ആ ആ ആ
ആ നിർത്തി വായിക്കണേ. നമ്മൾ ഈ ഭൂമിയിൽ യേശുവിനോട് കൂടെ യാത്ര ചെയ്ത് ജീവിതത്തിൽ കർത്താവിനെ വിടാതെ, പ്രാർത്ഥനയും ആരാധനയും ദൈവിക ബന്ധമൊന്നും വിടാതെ കർത്താവിനോട് പറ്റി നിന്നത് കൊണ്ട് പല ഞെരുക്കങ്ങൾ അനുഭവിച്ചിരിക്കാം, ഇടുക്കമായ വഴിയായിരുന്നിരിക്കാം. പക്ഷേ ആമേൻ, നമ്മൾ അവസാനം ചെന്ന് നിൽക്കാൻ പോകുന്നത് ആമേൻ ഹല്ലേലൂയ യേശുവിനോട് കൂടെ വസിക്കാനാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സർവ്വഭൂമിയെയും ആമേൻ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച ആമേൻ ആ ദൈവത്തോടു കൂടിയുള്ള വാസത്തിനാ ആമേൻ നമ്മൾ ഈ ഞെരുക്കവും കഷ്ടതയൊക്കെ അനുഭവിച്ചത്. ഹല്ലേലൂയ. ഇനി വിട്ടിട്ട് പോകരുത് യേശുവിനെ. ആരാധന മതിയാക്കരുത്, പ്രാർത്ഥന മതിയാക്കരുത്, ദൈവിക ബന്ധങ്ങൾ മതിയാക്കരുത്. ആമേൻ ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ആമേൻ നമ്മൾ വസിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഈ വലിയ സന്തോഷം എത്ര വലുതാണ്. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര സന്തോഷമാണ് എല്ലാവർക്കും. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരു ദിവസവും 2 ദിവസമല്ല, നിത്യകാലം നമ്മുടെ കൂടെ വസിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം, സർവ്വ മുഴങ്കാലും മടങ്ങുന്ന നാമം യേശുവിൻ്റെ നാമം. ആ നാമത്തിൻ്റെ ഉടമസ്ഥൻ ആമേൻ നമ്മുടെ കൂടെ നിത്യകാലം വസിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാ ഈ ഇടുക്കവും ഞെരുക്കവും. ഹല്ലേലൂയ. വിശാലതയോടെ നമുക്ക് ജീവിക്കാം. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഈ അനുഭവം പ്രാപിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ സുഖം ഒരു 5-10 മിനിറ്റിൽ തീരും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടുത്തെ പാപസുഖങ്ങൾ ഒരു 5-10 മിനിറ്റിൽ തീരും. പക്ഷേ ആമേൻ ഹല്ലേലൂയ അതിനു വേണ്ടി നിത്യത നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഇവിടുത്തെ ഇന്ന് സ്ഥാനമാനത്തിന് വേണ്ടിയാ ഓടിക്കൊണ്ടിരിക്കുന്ന ജനം. ഹല്ലേലൂയ. എനിക്കിവിടെ ആയിരിക്കുന്ന ഈ യൗവനക്കാരെ, ഈ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് അവൻ ഒരു സ്ഥാനമാനത്തിന് വേണ്ടി അല്ല അവൻ നമ്മൾ യേശുവിൻ്റെ പുറകെ പോകണം. യേശു പറഞ്ഞു തന്നെ താൻ താഴ്ത്തുമ്പോൾ ദൈവം അവനെ ഉയർത്തി വയ്ക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിരിക്കുക. അവൻ അത് ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ എന്താണ് ആമേൻ ഹല്ലേലൂയ യേശുവിനോട് കൂടിയുള്ള മാസത്തിനു വേണ്ടി നമ്മൾ തയ്യാറാകുക. അതുകൊണ്ട് ഈ ഞെരുക്കങ്ങൾ, ഈ പ്രശ്നങ്ങൾ എല്ലാം നമ്മളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കാനായിരിക്കണം. ഹല്ലേലൂയ. ദൈവിക ബന്ധം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. വായിച്ചേ ആമേൻ. അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്? ആ ആ ആ കണ്ടോ? ദൈവം അവരുടെ കണ്ണിൽ നിന്ന് അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി കരയേണ്ട ആവശ്യമേ വരത്തില്ല. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ അവൻ ഞെരുക്കവും ഇടുക്കവും കഷ്ടതയും പ്രയാസവും നിന്ദയും അപമാനങ്ങളും അവൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും ഒക്കെ പ്രശ്നം. പക്ഷേ അവൻ ആ ഇടുക്കമായ അവസ്ഥ വിട്ടുമാറാതെ, ആ അവസ്ഥയിലും യേശുവിനെ വിട്ടുമാറാതെ യേശു കർത്താവിനെ മുറുകെ പിടിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുക, ഞാൻ എൻ്റെ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെ തന്നെ പോകുക ആമേൻ എന്ന് ഉറച്ചു നിന്നവർ ആമേൻ ഒരു വലിയ വിശാലതയിലേക്കാ പോകാൻ പോകുന്നത്. അത് എന്താണെന്ന് അറിയാമോ? ഇനി ഒരിക്കലും കരയാത്തൊരു നാട്ടിലേക്ക് ദൈവം വന്ന് നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ച് ആമേൻ നിത്യകാലം സന്തോഷിക്കുന്ന ആമേൻ ഒരു വലിയ ആമേൻ സന്തോഷത്തിന്റെ നാളുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാ. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ മനസ്സിലായോ? ആമേൻ. കേവലം ഭൂമിയിലെ കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങളെ എടുത്തു മാറ്റി വിശാലതയിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരുന്നെങ്കിൽ നിത്യകാലം ജീവിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി അവൻ സമർപ്പിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനെയും ദൈവം എത്ര വലിയ വിശാലതയിലാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ യേശുവിനെ വിട്ട് പിരിയരുത്. ഹല്ലേലൂയ. ആരാധിക്കുന്ന നിർത്തരുത്, പ്രാർത്ഥിക്കുന്ന നിർത്തരുത്, ദൈവിക ബന്ധത്തിൽ നിന്ന് വേർപിരിയരുത്. ആരെന്തു പറഞ്ഞാലും കർത്താവിനെ മുറുകെ പിടിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചേ. അടുത്തെന്താണ് അവിടെ? ഇനി മരണമേ ഉണ്ടാകുകയില്ല അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മരണമില്ലാത്ത നാട്ടിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം, പ്രിയ മക്കളെ, ഇന്ന് അനേകർക്ക് മരിക്കാൻ പേടിയാണ്. ഹല്ലേലൂയ. പക്ഷേ ഒരു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് മരണമില്ല, ഉറക്കമാ. അവർ മരിക്കുമ്പോൾ എന്താണത്? ഉറക്കം. ഇന്ന് അനേകർ ഞാൻ സംസാരിക്കുമ്പോൾ കൗൺസിൽ ചെയ്യുമ്പോഴൊക്കെ അനേകരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ മരണഭയം, മരണപ്പേടി. ഇതാണ് പ്രശ്നം. പക്ഷെ എന്താണ്? ഒരു ദൈവ പൈതൽ മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ആ മരണം അവരുടെ ജീവിതത്തിൽ മരണമെന്ന വാക്കല്ല, ഉറക്കം, നിദ്ര. ഹല്ലേലൂയ. യേശു കർത്താവിനോട് കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ മരണം നീങ്ങി. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തിൻ്റെ വേർപാടിനെ ഉറക്കം, നിദ്ര എന്നാ പറയുന്നത്. നമ്മൾ കർത്താവിനോട് കൂടെയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ നമ്മൾ നിത്യകാലം മരണമില്ലാത്ത രാജ്യത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്താണ്? മരണത്തെ പേടിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് മരിച്ചാൽ ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ പോകും എന്നുള്ള ഉറപ്പാണ് വേണ്ടത്. ഹല്ലേലൂയ. ഞാൻ മരിച്ചായി എവിടെ പോകും? ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനോട് കൂടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിത്യകാലം വാഴുവാൻ മരണമില്ലാത്ത നാട്ടിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് കൂടെ വായിച്ചേ. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആമേൻ കർത്താവിനോട് കൂടി യാത്ര ചെയ്യുമ്പോൾ ദുഃഖമാണോ, മുറവിളിയാണോ, നിലവിളിയാണോ, കരച്ചിലാണോ, പല പല കാര്യങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നു. ആമേൻ. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇതൊന്നുമില്ലാത്ത നാട്ടിലേക്ക്. ഹല്ലേലൂയ. നിത്യജീവന്റെ പ്രവേശനത്തിലേക്ക് ആമേൻ ഇരിക്കുന്ന വാതിൽ ഇടുക്കമാ, പക്ഷേ ചെന്നെത്തുന്നത് വിശാല സ്ഥലത്താണ്. പക്ഷേ നാശത്തിലേക്ക് പോകുന്ന, നിത്യ നരകത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാ, പക്ഷേ ചെന്നെത്തുന്നത് ഇടുങ്ങിയ സ്ഥലത്താണ്. അവിടെ എന്താണ്? കരച്ചിലും പല്ലുവിളിയും. നമ്മുടെ ദുഃഖവും കണ്ണീരും വേദനയും തീരുന്ന ദിവസം ഭൂമിയിൽ വിശാലതയോടെ ജീവിച്ച് ലാവിഷായിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ നിറവേറ്റി എന്താണ് സ്വന്തം തോന്നിയാസം പോലെ ജീവിച്ചവർക്ക് ദുഃഖവും കണ്ണുനീരും നിലവിളിയും തുടങ്ങുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഇതിലേത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. ആമേൻ. എത്രയോ പേർ ജീവങ്കിലേക്കുള്ള വഴിയിൽ വന്നു നിന്നിട്ട് തുടക്കം ആരംഭിച്ചിട്ട് വിട്ടുപോയി. ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ വിശാല വാതിലിൽ പോയി നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ നിത്യജീവനിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തരട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം നമ്മൾ ആമേൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റുന്ന് നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹൃദയ കണ്ണുകളാൽ ദർശിച്ച് ആമേൻ നമുക്ക് ആമേൻ ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ആമേൻ ഈ വചനപ്രകാരം ആമേൻ ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. അവൻ ഞാൻ ഞെരുങ്ങിയ അവസ്ഥയിൽ നിന്ന് അവൻ എന്നെ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ശക്തനാണ്. ഞാൻ ആ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. 2, എന്നെ എൻ്റെ കർത്താവ് നിത്യജീവനിലേക്ക് പോകാനാണ് വിളിച്ചിരിക്കുന്നത്. അവൻ എത്രയോ പേർ ഈ വാതിൽക്കൽ വന്നിട്ട് അവൻ നിത്യജീവന് വേണ്ടി തുറക്കപ്പെട്ട വാതിലിലോട്ട് പ്രവേശിച്ചിട്ട് ആ ഇടുക്കത്തെയും ഞെരുക്കത്തെയും കണ്ടപ്പോൾ, ആ പ്രശ്നങ്ങളെയും വേദനകളെയും കണ്ടപ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടപ്പോൾ അവർ വിശാല വാതിലിലേക്ക് പോയി. അയ്യോ, അവരുടെ അവസാനം എന്താകും? പ്രിയ മക്കളെ, ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ നിത്യജീവന്റെ വാതിൽക്കലാണോ? നമ്മൾ ആമേൻ ഇതൊരു ചെറിയ വാതിലായിരിക്കാം, ഇടുക്കും ഞെരുക്കുമായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ എൻ്റെ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ ആമേൻ വരും നാളുകളിൽ ആമേൻ ഹല്ലേലൂയ എൻ്റെ ജീവിതം ഞാൻ ഉറപ്പ് വരുത്തുന്നു. ആമേൻ ഞാൻ യേശുവിനോട് കൂടെ. അവൻ വിശ്വസ്തനാ. അവൻ എന്നെ വിളിച്ചിട്ട് വഴിയിൽ വിട്ടിട്ട് പോകത്തില്ല. അവൻ എനിക്ക് വേണ്ടി അവനൊരു രാജ്യം ഒരുക്കുന്നു.
കൊടുക്കുന്നു. ആമേൻ. യേശു പറഞ്ഞിട്ട് പോയി, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാനത് ഒരുക്കാൻ പോകുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആമേൻ. ആ ഭവനത്തിനകത്തുള്ള വാസം ദുഃഖവും നിലവിളിയും ഉറവിളിയും കണ്ണുനീരുമില്ലാത്ത ജീവിതമാ. ആമേൻ. ഇവിടെ നമ്മൾ എത്ര ദുഃഖിച്ചു, നരകിച്ചു, വേദനിച്ചു. ആമേൻ. ആരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടി സഹിച്ചോ, ഞെരുക്കം സഹിച്ചോ. നമ്മുടെ എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ദുഃഖവും മുറിവിളിയും തീരുന്ന ദിവസം. ആമേൻ. ഹല്ലേലൂയ. ദൈവം അത്രയ്ക്ക് മനോഹരമായ ഒരു രാജ്യത്തെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ആമേൻ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ പ്രിയ ദൈവമക്കളെ? ആ കർത്താവിന്റെ കരം പിടിച്ചിട്ട് നമുക്കൊന്ന് പറയാൻ സാധിക്കുമോ? യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഹല്ലേലൂയ, ഞാൻ ജീവന്റെ വഴി, ജീവങ്കലേക്കുള്ള വഴിയിലാണെന്ന് ഞാനൊന്ന് ഉറപ്പ് വരുത്തുകയാണ് കർത്താവ്. എവിടെയെങ്കിലും ഈ ജീവന്റെ വഴിയിലേക്കുള്ള യാത്രയെ വിട്ടിട്ട് ഒരു വിശാലത വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ആമേൻ ഹല്ലേലൂയ നാശത്തിന്റെ, പാപത്തിന്റെ, തെറ്റിന്റെ ആമേൻ ഹല്ലേലൂയ ദൈവവചനം അനുസരിക്കാത്ത ജീവിത മാർഗങ്ങളിലേക്ക് ആമേൻ ഞാൻ കാൽ വെച്ചുവോ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ക്ഷമിക്കണമേ. ആമേൻ ഹല്ലേലൂയ. എന്നെ ആമേൻ ഉപവാസ പ്രാർത്ഥനയില് ഞാൻ നിത്യജീവങ്ങളിലേക്കുള്ള വഴിയിലാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു കർത്താവ്. ആമേൻ. ഞാൻ ചില തെറ്റുകൾ മനസ്സിലാക്കുന്നു കർത്താവ്. ആമേൻ ഹല്ലേലൂയ. ദാനിയേലിന് വേണ്ടി അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, അവൻ കുറ്റമില്ലാത്തവനായിരുന്നത് കൊണ്ട് അവന് വേണ്ടി ദൂതനെ അയച്ചു. അവൻ മോശയെ കുറിച്ച് അപവാദം പറഞ്ഞവർക്ക് വേണ്ടി അവൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹോവ അത് കേട്ടു. യഹോവ അത് കേട്ടു. ആമേൻ. ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചു. പ്രിയ ദൈവത്തിലെ ആമേൻ, നമുക്ക് വിരോധമായി ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ, നമുക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ ആമേൻ, ആ തൽസമയത്ത് നമുക്ക് വേണ്ടി യഹോവ കേട്ട് എഴുന്നേൽക്കാറുണ്ടോ? ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിത രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആമേൻ. ഇന്ന് രാത്രികാലം നമ്മളെ ശോധന ചെയ്യാം. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവില് അയ്യോ, ഞാൻ നിത്യജീവങ്ങളിലേക്കുള്ള വഴിയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ മനുഷ്യരുടെ വാക്കുകേട്ട്, പിശാചിന്റെ പ്രേരണകൾ നിമിത്തം, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം ആമേൻ ഞാൻ ഹല്ലേലൂയ ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിമിത്തം, സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിമിത്തം ഞാൻ നാശത്തിന്റെ ഏതോ ഒരു പാതയിൽ കാൽച്ചുവട് വെച്ചു. ഇന്ന് രാത്രികാലം എന്നോട് ക്ഷമിക്കണമേ. ആമേൻ. ഞാൻ ആമേൻ അവിടെ നിന്നും എൻ്റെ കാലുകൾ നിത്യജീവങ്ങളിലേക്കുള്ള വാതിൽക്കൽ ഉറപ്പിക്കുന്നു കർത്താവ്. ആമേൻ. ഇത് ഇടുക്കമായാലും എനിക്ക് വിഷയമല്ല. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഞാൻ എന്ത് സഹിക്കേണ്ടി വന്നാലും എനിക്ക് വിഷയമല്ല. ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല കർത്താവ്. ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല. നിന്നെ ആരാധിക്കുന്നത് ഞാൻ മതിയാക്കത്തില്ല. നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ മതിയാക്കത്തില്ല. ആമേൻ. നിന്നെ കുറിച്ച് പറയുന്നത് ഞാൻ മതിയാക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതിനായിട്ട് എന്നെ വിട്ടു തരുന്നുവെന്ന് ആമേൻ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എത്രത്തോളം സമർപ്പണം നിങ്ങൾക്ക് വരുന്നു പ്രിയ ദൈവമക്കളെ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മറുപടി വരട്ടെ പ്രിയ ദൈവമക്കളെ. നിങ്ങളൊന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ പാടി കർത്താവിനെ ആരാധിക്കുക. ആമേൻ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തെ വർണ്ണിച്ചാണ് നമ്മൾ പാടാൻ പോകുന്നത്. ആമേൻ ഹല്ലേലൂയ. ആ പാട്ട് പാടുമ്പോൾ ആ സ്വർഗീയ സന്തോഷം ആസ്വദിച്ച് പാടി ആരാധിക്കണം. ഓ, ഇത്രയും മഹത്വമുള്ള രാജ്യത്തിലോട്ടാണോ ഞാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ എനിക്ക് അത് തന്നെ വേണം. ഹല്ലേലൂയ. പിശാചേ, ആമേൻ, നിനക്കിനി എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പല പല തന്ത്രങ്ങൾ കാണിച്ചു നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ആമേൻ ഹല്ലേലൂയ. ഇനി നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഇനി നിനക്ക് എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ജയം കൊണ്ടുവരും. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ആമേൻ. എന്നെ പൂർണ്ണമായി ദൈവത്തിൽ ഞാൻ വെക്കുന്നു. ആമേൻ ഹല്ലേലൂയ. വിട്ടുകൊടുക്കാൻ ദൈവത്തിനായി ആമേൻ ഉള്ളം ദൈവത്തോട് പറ്റിച്ചേരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ ലോർഡ്. Hallelujah, hallelujah, hallelujah. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തനെറുശലേം പുരം എത്ര ശോഭിതം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തനെറുശലേം പുരം എത്ര
ശോഭിത വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാ പട്ടണമാതിൻ്റെ ഭംഗി വന്യമല്ലഹോ. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാ പട്ടണമാതിൻ്റെ ഭംഗി വന്യമല്ലഹോ, ഭംഗി വന്യമല്ലഹോ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. അല്പകാലം ചെയ്യുന്ന പാടാം. ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. പാവനമാ പട്ടണത്തിൽ ആര് കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. പാവനമാ പട്ടണത്തിൽ ആര് കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്നു നേർ പറഞ്ഞു മറ്റ് പാതിരിച്ച് മുള്ളമാണ് വാട്ടി മാത്രമേ. ഓ നീതിയായി നടന്നു നേർ പറഞ്ഞു മറ്റ് പാതിരിച്ച് മുള്ളമാണ് വാട്ടി മാത്രമേ, മാണ് വാട്ടി മാത്രമേ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, പാടുപെട്ട് യേശുവിൻ്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക, പാടുപെട്ട് യേശുവിൻ്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരമില്ലി വീട് പോർക്കടത്തിനെത്തേനാ, നിൽക്ക് വീട് പോർ പൊരുത് യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരമില്ലി വീട് പോർക്കളത്തിലെത്തേനാ, നിൽക്ക് വീട് പോർ പൊരുത് യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. നാട് വിട്ടു വീട് വിട്ടു നാമധേയം കൂട്ടം വിട്ടു കാഠിന്യമാശോധനയിൽ ആരും ചെയ്തോരാ. നാട് വിട്ടു വീട് വിട്ടു നാമധേയം കൂട്ടം വിട്ടു കാഠിന്യമാശോധനയിൽ ആരും ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വഞ്ചിച്ചെത്ര നാടാ, കാരുണ്യവാൻ പണി കഴിച്ച് കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നായി വാഴാൻ വഞ്ചിച്ചെത്ര നാടാ, കാരുണ്യവാൻ പണി കഴിച്ച് കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്, എൻ്റെ നിത്യമാമീട്. രമനാദികരക്ഷേ അവിടെ നിത്യമായ രാജ്യത്തിലേക്ക് ഹല്ലേലൂയ. ഞാൻ ജീവന്റെ വാതിലാണോ, ഞാൻ ജീവന്റെ വാതിൽക്കലാണോ എന്ന് അവൻ ഇന്ന് ഹല്ലേലൂയ അവൻ രാത്രിയില് അവൻ ഉറപ്പ് വരുത്തുക. ഓ
എന്റെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിത്യ രാജ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ തടസ്സമായി അവൻ കർത്താവേ ജീവനിലേക്കുള്ള ഇടുക്കോ ഞെരുക്കമുള്ള വാതിലെ അവൻ അലക്ഷ്യമാക്കി അവൻ നാശത്തിന്റെ വാതിലേക്ക് പോകുവാൻ അവൻ ശത്രു എത്ര പേരെ നോട്ടം വെച്ചോ അവൻ ഇന്ന് പകൽ രാത്രിയിൽ അവൻ ആ തകർന്നു മാറി അവൻ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ അനേകരുടെ ഹൃദയം തുറക്കട്ടെ കർത്താവേ. ജീവനിലേക്കുള്ള വഴിയിലേക്കുള്ള പ്രവേശനം വിട്ട് അവൻ എത്ര പേർ അവൻ നാശത്തിന്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശത്രു അപഹരിക്കാൻ പദ്ധതി വെച്ചുവോ ഈ ആ ഉപവാസ പ്രാർത്ഥനയുടെ നടുവില് ഇന്ന് ഈ ആരാധനയുടെ മധ്യത്തില് ആ ശത്രുവിന്റെ പദ്ധതികൾ തകർന്നുടയട്ടെ. പരിശുദ്ധാത്മാവേ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പിതാവ് വെച്ച സ്വർഗീയ നാടിനെ ദർശനം വെച്ച് ഓടുവാൻ പരിശുദ്ധാത്മാവേ തന്റെ മക്കളുടെ ജീവിതത്തിന്റെ പിതാവ് ഒരുക്കിയെടുക്കണമേ. ഈ രാത്രി പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹൃദയങ്ങൾക്കകത്തേക്ക് വിതച്ച വിത്തുകൾ ഫലമുളവാക്കട്ടെ കർത്താവ്. സാത്താനത് പെരുക്കിയെടുക്കാതെ അവൻ ഹൃദയങ്ങളെ പിതാവ് ഹല്ലേലൂയ സാത്താനത് പെരുക്കിയെടുക്കാതെ അവൻ ഹൃദയങ്ങളിൽ മേൽ എന്റെ പിതാവ് അവനത് മുളച്ച ഫലം കൊടുക്കുക. പിതാവിന്റെ സാന്നിധ്യ കഥാവ് ആത്മസാന്നിധ്യ കഥാവ് ആത്മസാന്നിധ്യ കഥാവ് അവനാലെ വചനത്തിന്റെ പൂർത്തീകരണം അങ്ങടി മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ കഥാവ്. അമേന നിറവേറപ്പെടട്ടെ കഥാവ്. ഓ വിശ്വസ്തരായി മാറട്ടെ പിതാവ്. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഇന്ന് രാത്രിയിൽ കഥാവേ അമ്മേനെ പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെയാണ് ഹല്ലേലൂയ അമ്മേൻ ഹല്ലേലൂയ ജീവങ്കലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ആ വാതിൽക്കൽ പ്രവേശിച്ചിട്ട് ഇടുക്കമാണ് ഞെരുക്കമാണ് പ്രശ്നമാണെന്ന് ചിന്തിച്ച് അമ്മേൻ ഹല്ലേലൂയ അമ്മേൻ ആ പാദം മാറ്റി പിടിച്ചോ. അമ്മേൻ ഹല്ലേലൂയ ആമേൻ അതിനെ ഉണരുക. അമ്മേൻ ഹല്ലേലൂയ ഒരു പക്ഷേ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അങ്ങനെ ഒരു അവസരം തരുന്നു. അമ്മേൻ ഉണരുക. കർത്താവേ ഞാൻ നിത്യജീവനിലേക്കുള്ള വാതിൽ കൂടി മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. അവിടെ ഇടുക്കമാകട്ടെ ഞെരുക്കമാകട്ടെ എൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഒരാളില്ലാതെ പോകട്ടെ. ആമേൻ ഹല്ലേലൂയ എല്ലാവരും ഒരുപോലെ ആയി തീരുന്നെന്ന് വരട്ടെ. ആമേൻ ഹല്ലേലൂയ ആമേൻ. ഇല്ല, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു വിശാല വാതിൽ വെച്ചിരിക്കുന്നു, ഒരു വിശാലത ഒരുക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ആമേൻ ട്രാക്ക് തെറ്റാതെ ഞാൻ ഓടും. ആമേൻ ആ ജീവൻ നിത്യജീവൻ ഞാൻ സ്വന്തമാക്കുക. ആമേൻ ഹല്ലേലൂയ ആ രാജ്യം നിത്യതയിൽ നിത്യമായി നിലനിൽക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞാൻ പ്രവേശിക്കും. ആമേൻ സാത്താനെ ആമേൻ ഹല്ലേലൂയ എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല. ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ ഉപവാസ പ്രാർത്ഥന എൻ്റെ ആത്മ മനുഷ്യനും എൻ്റെ ഭൗമ മനുഷ്യനും ജയം കൊണ്ടുവരുന്നതായിരിക്കും. ആമേൻ ഹല്ലേലൂയ അതിനായിട്ട് എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങൾ വിട്ടുകൊടുത്ത് ആമേനെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗപിതാവേ ദൈവമേ, ഈ രാത്രികാലവും കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെ ഞങ്ങളുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലമുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചതിനാ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പിതാവ് ദൈവമേ. ഹല്ലേലൂയ. വഴി വിശാലമായിരിക്കയാൽ പലരും ദൈവരാജ്യത്തിലേക്കുള്ള വഴി നഷ്ടപ്പെട്ട് കർത്താവ് ദൈവമേ ലോകത്തിനും ജഡമോഹത്തിനും കർത്താവ് ദൈവമേ അടിമകളായി വഴി മാറുമ്പോൾ ഇത്രത്തോളം ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനാ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ കൽപ്പനകൾ കർത്താവ് ദൈവമേ അനുസരിച്ച് നിത്യജീവനെ പ്രാപിക്കുന്നവരാക്കി കർത്താവ് ഞങ്ങളെ തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതിനാ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം കർത്താവ് ദൈവമേ ശുശ്രൂഷിപ്പാൻ ദൈവദാസ്യ ദൈവ കർത്താവ് ദൈവമേ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനാ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉടമായും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ദൈവമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസങ്ങളും പ്രാർത്ഥനകളും കർത്താവ് ദൈവം ഞങ്ങളുടെ സഭയ്ക്ക് കർത്താവ് കുടുംബങ്ങൾക്കും ദേശത്തിനും കാരണമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറന്നു നടക്കാനുള്ള സെക്ഷനുകളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്തദാസന്മാരെ പിന്നെയും ശക്തിയോടെ ദൈവം ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവ് ദൈവമേ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് എല്ലാം ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുവാൻ വരും ദിവസങ്ങൾ ദൈവം ഒരുക്കുന്നതിനായി നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലമുള്ള കൂട്ടായ്മ എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ. ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളെയും കേൾക്കുന്ന കൃപകളോർത്ത് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും നാം ഏവരോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടും ശുശ്രൂഷിച്ച ദൈവദാസിയോടും തുടർ മീറ്റിങ്ങുകളോടും എല്ലാം കൂടിയിരിക്കുമാറാകട്ടെ. ചെയ്യുന്നിരുന്ന കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങിപ്പോകാം.